ഈസി ആയിട്ട് പഠിക്കാനും പഠിച്ചത് ഓർക്കാനും 3 സിമ്പിൾ സ്റ്റെപ്പ് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, പെരറ്റോ പ്രിൻസിപ്പിൾ. ഇറ്റാലിയൻ എക്കണോമിസ്റ്റ് വിൽഫ്രഡ് പെരറ്റോ കണ്ടുപിടിച്ചതാണ്. 80% ഓഫ് ബിഗ് റിസൾട്ട് ഉണ്ടാവുന്നത് 20% ഓഫ് എഫേർട്ടിൽ നിന്നാണ്. അതായത് വലിയ റിസൾട്ട് ഉണ്ടാവുന്നത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ചെറിയ ഭാഗം ഫോക്കസ് ചെയ്ത് ചെയ്യുമ്പോഴാണ്. എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് മാത്സ് എക്സാമിന് 10 ചാപ്റ്റർ പഠിക്കാനുണ്ടെന്ന് വിചാരിക്കുക. ബട്ട് നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഏകദേശം 3 ചാപ്റ്ററിൽ നിന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ബാക്കി 7 ചാപ്റ്ററിൽ നിന്ന് റയറായിട്ടേ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ ആ 3 ചാപ്റ്റർ ഡീപ്പായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ കഴിയും. ബാക്കി 7 ചാപ്റ്റർ പഠിക്കണ്ടെന്നല്ല, 3 ചാപ്റ്റർ ഡീപ്പായിട്ട് പഠിച്ചതിന് ശേഷം ബാക്കി 7 ചാപ്റ്റർ മനസ്സിലാക്കി വെക്കുക. ഇതിലൂടെ നമുക്ക് എനർജിയും ടൈമും സേവ് ചെയ്യാൻ കഴിയും. അടുത്തതാണ് ഡീപ്പ് ഡ്രിൽ ഡൗൺ മെത്തേഡ്. നമ്മൾ പാരറ്റോ പ്രിൻസിപ്പൾ വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കണ്ടെത്തി. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വീക്കായ ഒരു ഏരിയ ഉണ്ടാവും. അത് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ ഡിവിഷൻ ഡിഫിക്കൽട്ട് ആണെങ്കിൽ നിങ്ങൾ അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളെ വീക്ക് ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇതിലൂടെ നിങ്ങൾക്ക് വീക്കായ ഏരിയ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ കഴിയും. അടുത്തതാണ് C1 ഡു 1 ടീച്ച് 1. ഇത് മെഡിക്കൽ സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം ഡീപ്പായിട്ട് പഠിക്കണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ആ കാര്യം ആരെങ്കിലും ചെയ്യുന്നത് ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുക. എന്നിട്ട് അത് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാൻ നോക്കുക. മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ വീണ്ടും ഒബ്സർവ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായതിനു ശേഷം ആർക്കെങ്കിലും അത് പഠിപ്പിച്ചു കൊടുക്കുക. ആരുമില്ലെങ്കിൽ ഒരു മിററിൻ്റെ മുന്നിൽ പോയിട്ടോ അല്ലെങ്കിൽ ഒരാൾ മുന്നിലുണ്ട് എന്ന് ഇമാജിൻ ചെയ്തിട്ടോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് ആ കാര്യം ഡീപ്പായിട്ട് മൈൻഡിൽ നിൽക്കും.